ബീഹാറിലെ തെരഞ്ഞെടുപ്പ് മുന്നേറ്റം എൻ.ഡി.എ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ പോലും ബീഹാറിൻ്റെ രാഷ്ട്രീയ ചരിത്രം പലപ്പോഴും പല അപ്രതീക്ഷിതമായ രാഷ്ട്രീയ നീക്കങ്ങൾക്കും വിധേയമാകേണ്ടി വന്നിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ BJP-യുടെ അതിനിർണായകമായ മുന്നേറ്റം ബീഹാറിൽ ഇപ്പോൾ ഉണ്ടാകുമ്പോൾ അവർക്ക് 91 സീറ്റ് നേടാൻ കഴിഞ്ഞ ഈ സാഹചര്യത്തിലെങ്കിലും മുഖ്യമന്ത്രി പദത്തിലേക്ക് ഇരിക്കേണ്ടി വന്ന സാഹചര്യമുണ്ടായാൽ വരും ദിവസങ്ങളിൽ BJP-യുടെ രാഷ്ട്രീയ ഗ്രാഫ് കുറയും എന്നുള്ള ഒരു ഭയം BJP-യെ ഇപ്പോൾ തന്നെ വേട്ടയാടി തുടങ്ങിയിട്ടുണ്ട്. നിതീഷ് കുമാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വലിയ കരുത്തുള്ള ആളായി 81 സീറ്റുമായി മുന്നിട്ട് നിൽക്കുന്നു. NDA മുന്നണിയിൽ അവസാന നിമിഷം വരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി താൻ ഒരുപക്ഷെ മുന്നണി വിടാൻ നിർബന്ധിതമാകുമെന്ന് പറഞ്ഞ ചിരാഗ് പസ്വാൻ്റെ പാർട്ടിക്ക് അവരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിക്കാൻ കഴിയാത്ത മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അവർക്ക് 20 സീറ്റ് 30-ൽ നേടാൻ കഴിഞ്ഞു. വലിയ മുന്നേറ്റം അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. മറ്റൊരു രീതി പറഞ്ഞാൽ BJP-ക്ക് ബീഹാറിൽ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും വലിയ അവസരമായി ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ അവർ വിലയിരുത്താൻ ശ്രമിച്ചാൽ നിതീഷ് കുമാറും തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ തിരിച്ചടി നേരിട്ടുണ്ടെങ്കിൽ പോലും RJD-യുടെ 47 സീറ്റും BJP-യുടെ ഏകാധിപത്യ വാഴ്ചയ്ക്കെതിരെ പലപ്പോഴും പ്രശ്നങ്ങൾ ബീഹാറിൽ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ള ചിരാഗ് പസ്വാനും ചേർന്ന് നിന്നാൽ NDA-യുടെ ഈ വിജയം ഒരുപക്ഷെ 10-24 മണിക്കൂറിനകം അസ്തമിക്കാനുള്ള അവസരവും ഉണ്ടാകും. നമുക്കറിയാവുന്നതുപോലെ നിതീഷ് കുമാർ രാഷ്ട്രീയമായി ഒട്ടേറെ തന്ത്രങ്ങൾ മെനഞ്ഞ് വിജയം കൊയ്ത ഒരാളാണ്. ലല്ലു പ്രസാദ് യാദവിനെ പോലെയുള്ള അതികായകനെ കൂടെ നിർത്തുകയും ലല്ലു പ്രസാദ് യാദവിൻ്റെ നേതൃത്വം അംഗീകരിക്കുകയും ചെയ്തതിന് ശേഷം എങ്ങനെയാണ് ലല്ലു പ്രസാദ് യാദവിൻ്റെ രാഷ്ട്രീയ പാർട്ടിയെ കൊച്ചാക്കാൻ വിജയിച്ചതെന്ന് നിതീഷ് കുമാറിന് നല്ലവണ്ണം അറിയാം. ബീഹാറിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം ഏറ്റവും നന്നായി അറിയാവുന്ന നിതീഷ് കുമാർ അത് കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ തിരിച്ചടി നേരിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ചാണക്യ തന്ത്രവുമായി മുന്നോട്ട് പോകുന്ന ലല്ലു പ്രസാദ് യാദവും അദ്ദേഹത്തിൻ്റെ മകനും BJP-യുടെ ഏകപക്ഷീയമായ മുന്നേറ്റം തങ്ങൾക്ക് മുഖ്യമന്ത്രി പദം വേണമെന്ന് വീണ്ടും അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ ഈ രണ്ട് ഗ്രൂപ്പുകളും രാംവിലാസ് പസ്വാൻ്റെ മകൻ്റെ രാഷ്ട്രീയ മുന്നേറ്റവും കൂടിച്ചേരാൻ ശ്രമിച്ചാൽ BJP-യുടെ മുഖ്യമന്ത്രി സ്വപ്നം അവിടെ പരാജയപ്പെടും എന്ന് മാത്രമല്ല ബീഹാറിൽ മറ്റൊരു രാഷ്ട്രീയ പരീക്ഷണത്തിൻ്റെ വേദി കൂടിയാകാനുള്ള അവസരത്തെ നമുക്ക് തള്ളിക്കളയാൻ കഴിയുകയില്ല. കാരണം ബീഹാറിലെ ജനങ്ങൾ അടിസ്ഥാനപരമായി BJP മുന്നോട്ട് വെക്കുന്ന RSS നിയന്ത്രിക്കുന്ന സവർണ ഹിന്ദുത്വത്തിനെതിരായി ചിന്തിക്കുന്നവരാണ് എന്ന് ഈ തിരഞ്ഞെടുപ്പ് ഫലം തന്നെ തെളിയിക്കുന്നുണ്ട്. ഈ പറയുന്ന നിയമസഭയിലെ 243 സീറ്റുകളിൽ വലിയ മുന്നേറ്റം BJP ഉണ്ടാക്കിയിട്ടും അവർ ഒരു പാർട്ടി എന്ന തരത്തിൽ ന്യൂനപക്ഷമായി തുടരാൻ കാരണം ബീഹാറിലെ സാധാരണ ജനങ്ങൾ RSS മുന്നോട്ട് വെക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ ഇപ്പോഴും ചിന്തിക്കുന്നത് തെളിവാണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു രാഷ്ട്രീയ മാറ്റം, രാഷ്ട്രീയ കൂറുമാറ്റം എന്നൊക്കെ പറയുന്ന രീതിയിലൊരു പരീക്ഷണം അവിടെ ഉണ്ടായാൽ അവിടുത്തെ ജനങ്ങൾ ആ പരീക്ഷണത്തെ തള്ളിക്കളയില്ല എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. നിതീഷ് കുമാർ എന്ന കഴിഞ്ഞ 20 വർഷക്കാലം ബീഹാർ ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ രാഷ്ട്രീയ ഗ്രാഫ് കൂടുതൽ ഉയർന്നു കാണുന്നു എന്നൊരു പശ്ചാത്തലവും ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എന്നാൽ ഇതിന് മറ്റൊരു വിവരണം നൽകാനായിരിക്കും BJP അവരുടെ നേതൃത്വപരമായ ആളുകൾ ചിന്തിക്കുന്നത്. 91 സീറ്റ് തങ്ങൾക്ക് കിട്ടിയത് കൊണ്ട് തങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം ഇനിയെങ്കിലും കിട്ടിയില്ല എങ്കിൽ അവർക്കുണ്ടാകുന്ന തിരിച്ചടി മനസ്സിലാക്കിക്കൊണ്ട് നിതീഷ് കുമാറിനോട് മുന്നോട്ട് വെക്കാൻ പോകുന്ന ചില ഡിമാൻഡുകൾ നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ച് ചിന്തിക്കുവാൻ അദ്ദേഹത്തെ നിർബന്ധിതമാക്കും. ഇപ്പോൾ മഹാരാഷ്ട്രയുടെ കാര്യമെടുത്താൽ, ഒഡീഷയുടെ കാര്യമെടുത്താൽ, കർണാടകയുടെ കാര്യമെടുത്താൽ BJP ഏതൊക്കെ കക്ഷികളുമായി ചേർന്നുകൊണ്ടാണോ ഭരണം നടത്താൻ ശ്രമിച്ചിട്ടുള്ളത് അവിടെയൊക്കെ ആ രണ്ടാമത്തെ കക്ഷി ഇല്ലെങ്കിൽ ആ സംസ്ഥാനങ്ങളിലെ ഒന്നാമത്തെ കക്ഷിയെ ഛിന്നഭിന്നമാക്കാൻ BJP-യുടെ രാഷ്ട്രീയ കുതന്ത്രം വിജയിച്ച ഒഡീഷയും മഹാരാഷ്ട്രയും കർണാടകയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താതിരിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള അണിയറ നീക്കം BJP നടത്തിയാൽ തീർച്ചയായും ബീഹാറിൽ മറ്റൊരു രാഷ്ട്രീയ പരീക്ഷണത്തിലേക്കായിരിക്കും വരും ദിവസങ്ങൾ വേദിയാകുന്നത്.